എസ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് ശബരിമല ശാന്തി അരുൺകുമാർ നമ്പൂതിരി. ഈ ജന്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണിതെന്നും അരുൺകുമാർ നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. അരുൺ കടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2 മാസം നീണ്ട മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഭക്തി നിർഭരമായ സമാപനമായിരിക്കുകയാണ്. നമുക്ക് ഒരേ ഫ്രെയിമിൽ ശബരീശനെ പൂജിക്കാൻ കഴിയുന്ന മേൽശാന്തിയും അതോടൊപ്പം തന്നെ കീഴ്ശാന്തിയും നമുക്കൊപ്പം ചേരുകയാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യം അത് തന്നെയല്ലേ ഈ ഒരു വർഷക്കാലം കിട്ടുന്നത്? തീർച്ചയായും ജന്മജന്മാന്തരിൽ നമുക്ക് കിട്ടിയ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മത്ത് ശ്രീധർമ്മശാസ്താവിന് ശബരിമല അദ്ദേഹത്തിനെ പൂജിക്കാൻ നമുക്ക് കിട്ടിയ ആ ഭാഗ്യം. നമ്മളുടെ പൂർവീകരും നമ്മുടെ ഗുരുനാഥന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം, അച്ഛനും അമ്മ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് സഫലമായിരിക്കുന്നത്. നമുക്കറിയാം, ഭഗവാനെ ദർശിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. 41 ദിവസം മുദ്ര ധരിച്ച് വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ കാണാൻ ഇവിടെ എത്തി 18 മലകളെ സങ്കല്പിച്ച് 18 പടികളും ചവിട്ടി നമ്മൾ ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി അദ്ദേഹത്തെ ദർശിച്ച് നമ്മുടെ ആഗ്രഹ സാഫല്യം എത്തിയാണ്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാന്റെ കാരുണ്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരാൾ പോലും ഇവിടെ വന്ന് ഒരു ദുഃഖം പറഞ്ഞ് അവർക്കത് സഫലമാവാതിരുന്നിട്ടില്ല. അവർ ദുഃഖങ്ങളൊക്കെ തീർത്ത് ഭഗവാൻ അവർക്ക് വേണ്ട അനുഗ്രഹം നൽകി. അതിനുള്ള തെളിവുകൾ ഒത്തിരി പേര് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നവർ ഞാനുമായിട്ട് പങ്കുവെക്കെ ഉണ്ടായി. അന്നേരം ഇവിടെ എത്തിച്ചേർന്ന് ഭഗവാനോട് സങ്കടം പറയുന്ന ഏതൊരു ഭക്തനും ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. അത് 1-2 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ചതായിട്ടാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലിപ്പം ഭക്തരുമായിട്ട് അവരുടെ ആ വിഷയങ്ങൾ പങ്കുവച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അന്നേരം ഒരാൾ പോലും ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് വളരെ കാലം തൊട്ട് ഭഗവാനുമായിട്ട് അകമഴിഞ്ഞ സ്നേഹവും അതേപോലെ അദ്ദേഹത്തിനുള്ള ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സബലീകരണം പോലെയാണ് ഇന്ന് ഈ സാഫല്യം എനിക്കുണ്ടായത്. അതോടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടാണ് എനിക്ക് ആദ്യം മേൽശാന്തി പദം ലഭിച്ചത്. ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ പൂജിച്ച് അവിടെ നിന്നും നമ്മൾ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ഭഗവാന്റെ സന്നിധിയിലെത്താൻ ആ അമ്മയുടെ കാരുണ്യവും നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അന്ന് എന്നോടൊപ്പം ഈ അവിടെ മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇവിടുത്തെ കീഴ്ശാന്തിയായ അമ്പാടി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അവിടെ നിന്ന് മേൽശാന്തി ആയിരിക്കുന്നു. ഞങ്ങൾ രണ്ടും ആ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞൊരു വലിയ ഭാഗ്യമായിരുന്നു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയും. സ്വാമിയെ ശരണം. അത് തന്നെയാണ് ഇവിടെ ഒരുമിച്ച് ഭഗവാന്റെ സന്നിധിയിലും ഒരുമിച്ച് ഒരു വർഷം ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു പുണ്യമായി തന്നെയല്ലേ? തീർച്ചയായിട്ടും. ആറ്റുകാൽ അമ്മയുടെ സഹോദരനാണ് മണക്കാട് ശാസ്താവ്. ഞങ്ങൾ അവിടെ ഒരുമിച്ച് എല്ലാ വർഷവും ആറ്റുകാൽ അമ്മ മണക്കാട് ശാസ്താവിനെ കാണാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ശബരിമലയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് എത്താൻ കഴിഞ്ഞ വളരെ സന്തോഷം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ. എന്തായാലും ഭഗവാന്റെ ഒരു അനുഗ്രഹം അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത്. എന്തായാലും ഏറ്റവും ഭക്തി ആദരപൂർവ്വം ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കൂടി സമാപിച്ചിരിക്കുകയാണ്. യെസ്, അങ്ങനെ 2 മാസക്കാലം നീണ്ടുന്ന തീർത്ഥാടന കാലത്തിന് സമ്പൂർണ്ണ പരിസമാപ്തി. മകരം 1 മുതൽ തുടങ്ങിയ ശബരിമല ഉത്സവ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി തിരുവാർണപ്പേടവുമായി പന്തളത്തുനിന്നെത്തിയ സംഘം മടങ്ങി. ഒപ്പം രാജപ്രതിയും ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. സന്നിധാനം ഇപ്പോൾ നട തുറക്കുന്നതിന് മുൻപ് ഏതവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലേക്ക് തന്നെ സന്നിധാനം തിരിച്ചെത്തിയിരിക്കുകയാണ്. മണികണ്ഠകുമാരൻ, വിലാളി വീരനായ മണികണ്ഠകുമാരൻ ഇപ്പോൾ താപസനായി മാറി. ഭസ്മാഭിഷിപ്തനാക്കി യോഗദണ്ഡും ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് ആ ഭാവത്തിലേക്ക് ഭഗവാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി മണിമണ്ഡപത്തിലെ ജീവസമാധിയിൽ നിന്ന് ഭഗവാനെ ഓരോ രൂപത്തിൽ, ബാലകരൂപം മുതൽ സർവാഭരണ വിഭൂഷിതനായ പുലിവാഹരനായ മണികണ്ഠകുമാരൻ വരെയുള്ള ഭാവങ്ങൾ, ഓരോ ഭാവവും കളം വരച്ച കളത്തിൽ നിന്ന് ദേവചൈതന്യം ആവാഹിച്ച എഴുന്നള്ളത്തോടുകൂടിയാണ് ചടങ്ങുകൾ ഓരോന്നായി നടന്ന് ഇന്നലെ ഗുരുതിയോടുകൂടി തീർത്ഥാടകർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി അങ്ങനെ 2 മാസക്കാലം നീണ്ടുനിന്ന ശരണമന്ത്രങ്ങളുടെ നാളുകൾ. എവിടെ തിരിഞ്ഞാലും എല്ലായിടത്തും ശബരിമല യാത്രക്കാരും ശബരിമല തീർത്ഥാടകരും ഒപ്പം ചരണവിളികളും കെട്ടുനിറയും ഒക്കെയായിരുന്നു കേരളം കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ കണ്ടിരുന്നു. ആ നാളുകൾക്ക് അങ്ങനെ വിരാമം കുറിക്കുകയാണ്. അരുൺ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജനം ടി വിയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഭാഗ്യമാണ്, ഒരു കടമയാണ്. പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ യൂട്യൂബിനൊക്കെ താഴെ പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്.
അത് നട തുറന്ന സമയം മുതൽ നടയടച്ച ഈ അവസാന ചടങ്ങുകൾ വരെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനൊക്കെ നന്ദി പറയുന്നുണ്ട്.